രാജുവൻ ചേട്ടാ, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഹൈക്കോടതി ഇന്നലെ കുറെ ഗുരുതര പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി പ്രത്യേകിച്ച് കുറ്റപത്രം സമർപ്പിക്കാത്തതിനെതിരെ ഗുരുതരമായ വിഷയങ്ങളാണ് ഹൈക്കോടതി ഉയർത്തിയത്. പ്രത്യേകിച്ച് മുരാരി ബാബു, അതായത് ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് കഴിഞ്ഞ ദിവസം സ്വാഭാവികമായ ജാമ്യം ലഭിച്ചിരുന്നു. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ, കാരണം SITക്കെതിരെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പല SITക്ക് മേൽ സമ്മർദ്ദമുണ്ട്, SIT രാഷ്ട്രീയം കളിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പത്മകുമാറിനും ഈ രീതിയിലാണ് പോകണമെങ്കിൽ പത്മകുമാറിനും വാസുവിനും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലേ? ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, SITയെ പറ്റി ആദ്യഘട്ടത്തിലൊരു വിലയിരുത്തൽ ഹൈക്കോടതിക്ക് വരെ ഉണ്ടായിരുന്നു. തൃപ്തികരമായ രീതിയിലാണ് അവരുടെ അന്വേഷണം പോകുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് ആ അന്വേഷണത്തിൻ്റെ സ്വഭാവം മാറുകയും ഗതി മാറുകയും ചെയ്തു. എപ്പോഴാണ് ഗതി മാറിയത്? SITയുടെ അന്വേഷണം പത്മകുമാർ എത്തുന്നവരെ കുഴപ്പമില്ല, വാസുവിനെയും അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ ഇത്തിരി മടി കാണിച്ചു, കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തും എന്ന് മനസ്സിലായപ്പോൾ അവിടെ നിന്ന് പിന്നെ വാസവനിൽ നിന്നും പിണറായി വിജയനിലേക്ക് ഇത് എത്തുമോ എന്നുള്ള ഭയം പലർക്കും ഉണ്ടായിട്ടുണ്ട്. ആ ആശങ്കകളും ഒത്തിരി പേര് ആ ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പക്ഷേ അവസാനം SITയുടെ പ്രവർത്തനം ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഇതിനുമുമ്പ് ഉണ്ടാക്കിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേറെ ഉണ്ട്. PP ദിവ്യയെ രക്ഷപ്പെടുത്തി ഇതുപോലൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്, എങ്ങും എത്തിയില്ല. പക്ഷേ ഇതിൽ SITയുടെ പ്രവർത്തനം മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. എങ്കിൽ പോലും SITയിലെ ഉദ്യോഗസ്ഥർ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഹൈക്കോടതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഹൈക്കോടതിക്ക് ചോദ്യം ചെയ്യാം, അവരെ വിമർശിക്കാനൊക്കെ പറ്റും. മറിച്ച് അവർക്ക് നേരിട്ട് പോയി തെളിവുണ്ടാക്കാൻ പറ്റുമോ? പക്ഷെ എന്തുകൊണ്ട് കുറ്റപത്രം അറസ്റ്റിലും ജയിലിൽ കഴിയുന്ന പ്രതികൾക്കെതിരെ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ SITക്ക് കഴിയുന്നില്ലല്ലോ? അപ്പോൾ അതിനവർ പറയാൻ പോകുന്ന ന്യായം, ഇത് വളരെ വിശാലമായ വിപുലമായ കേസാണ്, വ്യാപകമായ അന്വേഷണം വേണം, കൃത്യമായ രേഖകളില്ലാതെ കുറ്റപത്രം സമർപ്പിച്ച FIR തന്നെ സ്ക്വാഷ് ചെയ്യും. ചിലപ്പോൾ ഇവർ കൊടുക്കുന്ന കുറ്റപത്രം തന്നെ കോടതി എടുത്ത് ദൂരെ കളയും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സമഗ്രമായ അന്വേഷണം നടത്തി കോൺക്രീറ്റായ പ്രൂഫ് കണ്ടെത്തി കോടതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് SIT താമസിക്കുന്നതെന്നാണ് അവരുടെ വാദം. പക്ഷെ ഫലത്തിലതല്ല. SIT പ്രതികളെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസി വന്നാൽ ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നത്. കേന്ദ്ര ഏജൻസി വന്നാൽ പോലും മറ്റേ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ആണെങ്കിലും അവിടുത്തെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ഒക്കെ ആണെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കും. നമ്മൾ ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റി ഇപ്പോൾ പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, ഇല്ലേ? തൊട്ടോ കോടാനുകൂടിയുടെ ട്രാൻസാക്ഷനാണ് ഊരാളുങ്ങളിലുള്ളത്. അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ CPMലെ പ്രധാനപ്പെട്ടവർ. ഒരു തൊപ്പി നടന്നില്ല, ഒന്നും നടന്നില്ല, അവരും ഒന്നും ചെയ്യില്ല. സ്വപ്ന സുരേഷൊക്കെ ഉയർത്തിയ കള്ളക്കടത്ത് കേസുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്ത്, ശിവശങ്കറിൻ്റെ കേസ്, അതെവിടം വരെ അന്വേഷണം? കരുവന്നൂർ എവിടം വരെ? അപ്പോൾ ആരെയാണ് അന്വേഷണം ഏൽപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ള സന്നിഗ്ധ ഘട്ടത്തിലേക്ക് കേരളം പോകണം. ഒരു ഏജൻസിയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരു രാഷ്ട്രീയ നേതാവിനും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല 500 കോടിയുടെ ആരോപണം പറയുന്നു. ഈ ശബരിമല കേസിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയ രമേശ് ചെന്നിത്തലയാണ്. 500 കോടിയുടെ ആരോപണം അങ്ങ് പറയുകയാണ്. അതും അന്വേഷണം അതിനെക്കുറിച്ച് ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഇപ്പോൾ ഒറ്റ വാക്ക് പോലും ആരും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ മിണ്ടാതിരിക്കുന്നത്? താല്പര്യങ്ങളുള്ളവർ എല്ലാ പാർട്ടികളിലും, കോൺഗ്രസിലും CPMലും ഉണ്ട്. പങ്കജ് ഭണ്ഡാരി പറയുന്നത് അന്വേഷണവുമായി 1-ാം ദിവസം മുതൽ സഹകരിച്ചയാളാണ് താനെന്നും ചോദ്യം ചെയ്യാൻ പലവട്ടം ഹാജരായെന്നും ഭണ്ഡാരി അറിയിച്ചു. എന്നാൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും 1 മാസത്തിലേറെയായി കസ്റ്റഡിയിലാണെന്നും ഹർജിക്കാരനായി ഹാജരായ സീനിയർ അഭിഭാഷകൻ B രാമൻപിള്ള വാദിച്ചു. വേണ്ടി വാദിച്ചു, രാമൻപിള്ളയാണ് വന്നിരിക്കുന്നത്. രാമൻപിള്ള അപ്പോൾ അതിൽ ഇപ്പോൾ ഇതിൽ ഒരാളെ മാത്രമായിട്ട് രക്ഷപ്പെടുത്താൻ പറ്റിയ, ഒരാളെ മാത്രമായിട്ട് ശിക്ഷിക്കാനും പറ്റിയില്ല. അവസാനമല്ല അവിടുത്തെ ശബരിമല അറ്റൻഡറായിട്ട് ഈ ശംഖുവാനൊക്കെ നിൽക്കുന്ന പാർട്ടികൾ കാണാം, വാര്യന്മാർ. അവരെ ആരെങ്കിലും 1-ാം പ്രതിയും 2-ാം പ്രതിയും എല്ലാം ആയിട്ട് അങ്ങനെ 1-2 കുഞ്ഞ് ചെറിയ ആൾക്കാരിലേക്ക് ആരോപണം കൊണ്ടുവയ്ക്കുകയും വലിയവരെ, അത് രാഷ്ട്രീയ ബന്ധവും മതപരമായ ബന്ധങ്ങളും ഉള്ളവരെല്ലാവരും, എനിക്ക് സംശയമുണ്ട്, സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയായിട്ട് അടിയന്തരമായിട്ട് കൂട്ടുകൂടിയതുപോലെ ഇതിനാണോ എന്ന് സംശയമുണ്ട്. ശബരിമല കൊള്ളയായിട്ട് ബന്ധപ്പെടാണോ? കാരണം ഈ മുരാരി എന്ന് പറഞ്ഞ ആർക്ക് ബന്ധപ്പെട്ടയാളാണ്? പെരുന്നേലെ NSS കരയോഗത്തിൻ്റെ പ്രസിഡന്റ് അയാൾ. അപ്പോൾ അയാളെ രക്ഷിച്ചെടുക്കേണ്ട സുകുമാരൻ നായർക്ക് ആവശ്യമുണ്ട്. കാരണം അയാളുടെ മകന് വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്ന് ആര് വിഷമിക്കും? അതിൽ വെള്ളാപ്പള്ളിയുടെ മകൻ ദേവസ്വം ബോർഡിലുണ്ടായിരുന്നു, തുഷാർ വെള്ളാപ്പള്ളി മെമ്പറായിരുന്നു. അയക്കെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ജയിക്കുമ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാവുന്ന തരത്തിലുള്ള വാർത്തകളാണ് SITയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. സതീശൻ പറഞ്ഞത് SITയുടെ പ്രവർത്തനത്തിനെതിരെ
ഗുരുതരമായ ആരോപണങ്ങളാണ് സതീശൻ ഉന്നയിച്ചത്. SITയുടെ പ്രവർത്തനം സുതാര്യമല്ല, SITയെ സ്വാധീനിക്കുന്നുണ്ട്. സർക്കാർ അതായത് VN വാസവനെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും അത് മാത്രമല്ല രാജമോഹൻ ചേട്ടാ, സർക്കാർ രാഷ്ട്രീയപരമായും അതുപോലെ ധാർമ്മികപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ സാധ്യമാവുമോ? ഇവിടെ സർക്കാരിന് ഹൈക്കോടതി ഇടപെടൽ ഞങ്ങളുടെ ലീഡർഷിപ്പിൽ ഞങ്ങളുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞു 2 ഹൈക്കോടതി ജഡ്ജിമാർ, രാജാ വിജയരാഘവനും വിജയകുമാറോ, അങ്ങനെ 2 ജഡ്ജിമാരാണ്. ഇവരുടെ ഇടപെടൽ സർക്കാരിന് അനുഗ്രഹമായി ഉദ്രവമായി. അനുഗ്രഹമായി എന്ന് പറയാൻ സർക്കാരിനെതിരായി വരുന്ന എല്ലാ പരാതികളും ഈ അന്വേഷണം കുറ്റമറ്റ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷിക്കുന്നത്. ജനങ്ങളുടെ വിമർശനങ്ങളിൽ നിന്നും പൊതുവിമർശനങ്ങളിൽ നിന്നും പിണറായി വിജയനും കൂട്ടർക്കും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ആയുധം ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചാൽ മതി. ഹൈക്കോടതി പറഞ്ഞാൽ പോലും ഉദ്യോഗസ്ഥൻ വന്നിട്ട് ചെയ്യുന്നുമില്ല. എന്നാ ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ സ്വത്ത് ED വന്നിട്ട് സ്വത്ത് കണ്ടുകെട്ടി കുറേ പേരുടെ സ്വത്ത് കണ്ടിട്ടുണ്ട്. നമ്മുടെ SITക്ക് അങ്ങനെ സ്വത്ത് സമ്മാനത്തെക്കുറിച്ച് അന്വേഷിക്കാതെ, എവിടുന്ന് പണം വന്നെന്ന് അന്വേഷിക്കാതെ, അതന്വേഷിച്ചിട്ടില്ലല്ലോ. അതന്വേഷിക്കാത്ത SITയുടെ ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കാൻ ബാധ്യതപ്പെട്ടതാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്. അത് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ മുൻ കോന്നി MLA കൂടിയാണ്. വാസുവിനും ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പത്മകുമാറിനെതിരെ CPM നടപടി എടുക്കാത്തതിന് പിന്നിലും ജാമ്യം കിട്ടുമോ എന്നുള്ളൊരു സൂചന കൊണ്ടായിരിക്കാം അല്ലേ? അല്ല, പത്മകുമാറിന് ജാമ്യം കിട്ടിയാൽ പത്മകുമാറിന് പല ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കേണ്ടി വരും. പത്മകുമാറിന് ജാമ്യം കിട്ടാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം പബ്ലിക് എക്സ്പോസർ ഉണ്ടായിക്കഴിഞ്ഞാൽ പത്രക്കാരുമായിട്ടോ സ്വന്തക്കാരുമായിട്ടോ പാർട്ടി പ്രവർത്തകരായിട്ടോ പത്മകുമാർ പല കാര്യങ്ങളും സംസാരിക്കേണ്ടി വരും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് ചിലപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള രഹസ്യങ്ങൾ പങ്കുവെച്ചെന്ന് വരും. അങ്ങനെ വന്നാൽ അത് ആർക്ക് ക്ഷീണമായിരിക്കും? പിണറായിക്ക് ക്ഷീണമായിരിക്കും. അതുകൊണ്ട് പത്മകുമാർ അവിടെ തന്നെ കിടന്നോട്ട് ചിലപ്പോൾ പിണറായി വിചാരിക്കും. അല്ല, പത്മകുമാറിനെ ഫ്രീ ആക്കാൻ പറ്റണം. സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളാണ് SITക്കെതിരെ ഹൈക്കോടതി നടത്തിയത്. സത്യത്തിൽ സർക്കാരിന്റെ വിശ്വാസ്യത തന്നെ തകരുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? സർക്കാരിന്റെ വിശ്വാസ്യത ഹൈക്കോടതിക്ക് പറ്റിയില്ലേ? ഹൈക്കോടതിക്ക് അർത്ഥം പറ്റിയില്ലേ? മണ്ടത്തരായില്ലേ? ഇവരെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൂടെ അതിനെ പറ്റി ജുഡീഷ്യറി എന്നുള്ള ഒരാളെ കൂടെ ആ കൂട്ടത്തിൽ വെക്കണമായിരുന്നു. കമ്മീഷൻ വയ്ക്കുന്ന കാര്യങ്ങൾ കമ്മീഷനും അതിന് അമിക്കസ് കുറിയൊക്കെ ഇല്ലേ? അങ്ങനെ ആരെങ്കിലും വെക്കണമായിരുന്നു. അതിന് വേറെ അങ്ങനത്തെ ആരുമില്ല. ഇവർ കൊടുക്കുന്ന റിപ്പോർട്ട് നോക്കുക, അതിൻ്റെ അകത്ത് ലാപ്സസ് നോക്കുക, അതിനപ്പുറത്തേക്കില്ല. ആ റിപ്പോർട്ട് അവിടെ വിമർശിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അത് രഹസ്യമായിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് അറിയത്തില്ല. നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ പറയുന്നത് അങ്ങനെ എല്ലാ റിപ്പോർട്ട് വേണ്ടിയിരുന്നതെന്ന് പറയും. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ആക്സസ് ഇല്ലാത്ത രീതിയിൽ ഒരു കറക്റ്റ് സെലക്റ്റീവായ കുറേ ആൾക്കാരെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് അന്വേഷിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ ആർക്കെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ, അത് പിണറായി വിജയനാണെങ്കിലും SIT ആണെങ്കിലും തന്ത്രിയാണെങ്കിലും ആർക്കെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ പറ്റുന്നവർക്ക് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആ റിപ്പോർട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്നലെ EDയുടെ കണ്ടെത്തൽ പ്രകാരം പ്രതികളിൽ പലർക്കും വരുമാനത്തിന്റെ പല മടങ്ങ് സ്വത്തുണ്ടെന്നാണ് പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 13 പ്രതികളിൽ പലർക്കും അവരുടെ ബന്ധുക്കൾക്കും വരുമാനത്തിന്റെ അനേക ഇരട്ടി സ്വത്തും പണവുമുള്ളതായി ED കണ്ടെത്തി. അതുപോലെ തന്നെ PS പ്രശാന്ത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. വീണ്ടും SIT ചോദ്യം ചെയ്തു. അപ്പൊ ഈ അന്വേഷണം ഒരു കാര്യക്ഷമമായി ഇഴഞ്ഞു നീങ്ങുന്നു. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നുള്ളത്. അന്വേഷണം മാക്സിമം താമസിപ്പിച്ചിട്ടുണ്ടോ തന്നെ ഇവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പൊഴുതുമായില്ലേ? അതെ, ഏതെല്ലാം തരത്തിൽ എത്രയോ സമയം കിട്ടി ഇവർക്ക് എല്ലാ രേഖകളും മാറ്റാൻ, എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള അവസരം കൂടെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾ സമഗ്രമായ അന്വേഷണം നമ്മുടെ കാര്യമുണ്ടോ? ഇപ്പോൾ തന്നെ ഫോറൻസിക് പരിശോധന നടത്തുന്നുണ്ട് അതിൻ്റെ കാര്യത്തിൽ. പത്മകുമാറിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇന്നലത്തെ ചർച്ച ചോദിച്ചൊരു കാര്യമുണ്ട്. പത്മകുമാറിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണോ ഇല്ലെന്ന് പറയാൻ അയാളുടെ കൂടെയുള്ള ഏതെങ്കിലും 2 ഉദ്യോഗസ്ഥന്മാർ പോയി ചോദിച്ചാൽ മതി. അതിന് മുമ്പ് അയാൾ ഒപ്പിട്ട ഫയലുകളുണ്ട്. അയാൾ പത്മകുമാറിന് ഈ ഒറ്റ ഫയലല്ല ഒപ്പിട്ടിരിക്കുന്നത്, അതിന് മുമ്പ് പല ഫയലുകൾ ഒപ്പിട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ കണ്ണുകൊണ്ട് തന്നെ നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് തന്നെ ഇത് അറിയാൻ പറ്റും. ഫോറൻസിക് അത് കഴിഞ്ഞെടുക്കാവുന്നേ. പത്മകുമാറിൻ്റെ കാര്യം ഇൻവോൾവ്മെൻറ്റ് കൺഫേം ചെയ്യാനായിട്ട് 100 മാർഗ്ഗങ്ങൾ ഇവരുടെ മുമ്പിലുണ്ടായിരുന്നു. ഇവരപ്പം മറ്റേ ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടിരിക്കുക, കയ്യക്ഷരം, ഹാൻഡ് റൈറ്റിംഗ്. അതാണ് താമസിപ്പിക്കുന്ന രീതിയാണ്. അത് വരാൻ SIT ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. ഇനി അതുപോലെ തന്നെ VN വാസവനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും, കാരണം രാഷ്ട്രീയപരമായ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് VN വാസവനും ഒളിച്ചോടാൻ പറ്റില്ല, അതുപോലെ പിണറായി വിജയനും ഒളിച്ചോടാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും വൻ സ്രാവുകൾ പിടിയിലാകുകയാണെങ്കിൽ പിണറായി വിജയനെതിരെയും അതുപോലെ വാസവനെതിരെയും കൂരമ്പുകൾ ഏൽക്കാൻ സാധ്യത ഇല്ലേ?
അല്ല, ക്രൂരമ്പിളയേക്കാൻ സാധ്യതയാണ്. അതിന് പകരമാണ് പിണറായി വിജയൻ അതിനെ തടയിടാനായിട്ടാണ് സോണിയാഗാന്ധി മുമ്പോട്ട് നിർത്തിയിരിക്കുന്നത്. സോണിയാഗാന്ധി ഇവരായിട്ട് ബന്ധമുണ്ട്, ആന്റോണിയായിട്ട് ബന്ധമുണ്ട്, അടൂർ പ്രകാശ്. അല്ല, സോണിയാഗാന്ധിക്ക് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോകളുണ്ടല്ലോ. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും കുറ്റവാളി തന്നെ. ഞാനും സോണിയയും കൂടെ ഞാൻ നനഞ്ഞു. അത് ഇവിടുത്തെ സൂത്രമാണ്. ഞാനും സോണിയ ഒരുമിച്ച് ജയിലിൽ പൊക്കോളാം. അത് പറയുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഏക്കുവോ? പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളം അന്താരാഷ്ട്ര ഈ വിഗ്രഹക്കടത്തിൻ്റെ ഒരു കേന്ദ്രമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. കേരളത്തിൽ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ബേസിക്കലി അവർക്ക് ആരാധനാലയങ്ങളോടും ദൈവത്തിലൊന്നും കാര്യമായ വിശ്വാസമൊന്നുമില്ല, ആർക്കും വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം അടിച്ചു മാറ്റുന്നത്, ഒരു പള്ളിയിലെ സ്വത്ത് അടിച്ചു മാറ്റുന്നതോ അവർക്ക് മാനസിക പ്രശ്നങ്ങളോ ധാർമ്മിക പ്രശ്നങ്ങളോ ഉണ്ടാക്കിയില്ല. അത് ആ അവസരമാണ് ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെ എത്ര അമ്പലങ്ങളുണ്ട്, അവിടുത്തെ എത്രമാത്രം പഴയ വിഗ്രഹങ്ങൾ കാണിത്തൊക്കെ എത്ര എണ്ണം പോയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളം അന്താരാഷ്ട്ര ഇത്തരം വിഗ്രഹക്കിടങ്ങളുടെ ആൻറ്റിക് കടത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇന്നലത്തെ ഒരു ഒബ്സർവേഷനുണ്ട്. അത് അപ്പോൾ സംഭവം ശരിയാണ്. ഇവർക്ക് ദൈവവിശ്വാസമില്ല. ഇവർ പലരും ദൈവവിശ്വാസത്തിൽ ദൈവനാമത്തിലല്ല സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പത്മകുമാറിന് എങ്ങനെ ദൈവവിശ്വാസിയാകാൻ പറ്റും? അതെ, കറക്റ്റ്. ശരിയാണ്. അപ്പം യാതൊരു ക്ഷേത്ര അല്ല ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ലാത്ത കുറേ ആൾക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് എല്ലാ ഇറച്ചിക്കടന്ന് കിട്ടുന്ന പൈസയും ശബരിമല കാണിക്ക് കിട്ടുന്ന പൈസ ഒരുപോലെ. അതെ, ഒരു കശാപ്പുകാരന് കിട്ടുന്ന പൈസയും ശാന്തിക്കാരന് കിട്ടുന്ന പൈസ അവർക്ക് ഒരുപോലെയാണ്. എവിടുന്ന് കിട്ടിയാലും അതിന് പൗത്രതയൊന്നുമില്ല. അമ്പലത്തിലെ പൈസക്കോ അല്ലെങ്കിൽ പള്ളിയിലെ പൈസക്കോ പൗത്രതയില്ല. മറ്റേ കട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സംഭവിക്കുന്നത്? ഇത്തരം കള്ളക്കടത്തുകൾക്ക് സംഘങ്ങൾക്ക് ഏറ്റവും സ്വൈരവിഹാരം നടത്താൻ പറ്റുന്ന സ്ഥലമായിട്ട് ഇടതുപക്ഷം അല്ല CPM ഭരിക്കുന്ന രാജ്യം സ്റ്റേറ്റ് മാറും. എന്തായാലും ഇനി SIT ഇപ്പം അടുത്ത SITയുടെ നീക്കമെന്നാണ്. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ വന്ന സ്ഥിതിക്ക് ഇനി കുറ്റപത്രം വേഗം സമർപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ, സർക്കാർ എന്ത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാം. നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം. എല്ലാ പ്രതികൾക്കും രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇട്ടുകൊണ്ടുള്ളൊരു കുറ്റപത്രമായിരിക്കും സമർപ്പിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.